പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിനി അടുത്ത കണക്ക് കച്ചവടക്കണക്കാണ്. കച്ചവടക്കണക്ക് നോക്കാം. ഒരു കച്ചവടക്കാരൻ്റെ 5 ദിവസത്തെ വരവ് 6435 രൂപ, 6927 രൂപ, 6855 രൂപ, 7230 രൂപ, 6562 രൂപ എന്നിങ്ങനെയാണ്. അപ്പം 5 ദിവസത്തെ കച്ചവടത്തിൻ്റെ കണക്കാണ് ഇത്രയും രൂപ. ആറാമത്തെ ദിവസവും കഴിഞ്ഞ് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരവ് 6500 രൂപ നീട്ടി. അപ്പം ആറാമത്തെ ദിവസം കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോൾ കിട്ടിയ ശരാശരിയാണ് 6500. ആറാമത്തെ ദിവസത്തെ വരുമാനമല്ല, 5 ദിവസത്തെ വരുമാനം മാത്രമേ തന്നിട്ടുള്ളൂ. ആറാമത്തെ ദിവസം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ 6 ദിവസത്തെയും കൂടി കൂട്ടി അതിനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6500 ശരാശരി എന്ന് കിട്ടും. അപ്പോൾ ആറാമത്തെ ദിവസത്തെ വരവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 6 ദിവസത്തെയും ശരാശരി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6 ദിവസത്തെ തുക കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 6500 ശരാശരി. 6500 ഒരു ദിവസത്തെ വരുമാനമായി കണ്ടു കഴിഞ്ഞാൽ 6 ദിവസത്തെ വരുമാനം കാണാൻ 6500നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 6 ദിവസത്തെ വരുമാനം കിട്ടും. പിന്നെ മുകളിൽ 5 ദിവസത്തെ വരുമാനം, ഓരോ 5 ദിവസത്തെയും വരുമാനമുണ്ട്. അതെല്ലാം കൂടി കൂട്ടി നോക്കുക. അതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 ദിവസത്തെ വരുമാനവും കിട്ടും. ഇപ്പം നമുക്ക് 6 ദിവസത്തെ വരുമാനവും 5 ദിവസത്തെ വരുമാനവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 6 ദിവസത്തെ വരുമാനത്തിൽ നിന്ന് 5 ദിവസത്തെ വരുമാനം കുറച്ചാൽ നമുക്ക് ആരെ കിട്ടും? ആറാമത്തെ ദിവസത്തെ വരുമാനം കിട്ടും. ഓക്കെ, നമുക്കിവിടെ ആദ്യം സാർ ഇവിടെ എഴുതാം. 5 ദിവസത്തെ വരുമാനം. 5 5 ദിവസത്തെ വരുമാനം. 5 ദിവസത്തെ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6, 4, 3, 5 6435, 6927, 6855 പ്ലസ് 7230 പ്ലസ് 6562. ഇത്രയും നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കൂട്ടുകയാണ്. സാർ ഇവിടെ കൂട്ടുന്നത് കാണിച്ചു തരാം. 6435, 6927, 6855, 7230, 6562. ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 ദിവസത്തെ വരുമാനമായി. 5 5 10 7 17, 17 2 19 9 ശിഷ്ടം 1, 3 1 4, 4 2 6, 6 5 11, 11 3 14, 20 0 ശിഷ്ടം 2, 4 2 6, 9 15, 23 25, 25 5 30 ശിഷ്ടം 3, 6 6 12, 3 15, 15 6 21, 28, 28 6 34. അപ്പം 34,009 രൂപയാണ് 5 ദിവസത്തെ വരുമാനം. 5 ദിവസത്തെ വരുമാനം എന്ന് വെച്ചാൽ 34,009 രൂപ. ഇനി 6 ദിവസത്തെ ശരാശരി ഇവിടെ തന്നിട്ടുണ്ട്. 6 ദിവസത്തെ ശരാശരി എത്രയാണ്? 6500 രൂപ. ഇത് 6 ദിവസത്തെ ശരാശരിയാണ്. അപ്പോൾ 6 ദിവസത്തെ ആകെ തുക എത്രയാണ്? 6 ദിവസത്തെ ആകെ തുക 6 ദിവസത്തെ ആകെ തുക കണ്ടുപിടിക്കാൻ ഒരു ദിവസം 6500 രൂപ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ 6 ദിവസം കിട്ടുന്നത് 6500നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 6500നെ 6 കൊണ്ട് ഗുണിച്ചാൽ ഗുണിക്കണം 6, 6 0 0, 6 0 0, 5 6 30 ശിഷ്ടം 3, 6 6 36, 36 3 39. എത്രയാണ്? 39,000 രൂപ.
അപ്പം 6 ദിവസത്തെ ആകെ തുക 39,000 രൂപ. 5 ദിവസത്തെ ആകെ തുക 5 ദിവസത്തെ ആകെ തുക എന്ന് പറയുന്നത് 34,009. 5 ദിവസം ഇത്രയും കിട്ടി. 6-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത്രയും കൂടി കിട്ടും. അപ്പോൾ ഇത് 6-ാമത്തെ ദിവസത്തെ വരുമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 6-ാമത്തെ ദിവസത്തെ വരുമാനം 6-ാമത്തെ ദിവസത്തെ വരുമാനം കണ്ടുപിടിക്കാൻ 6 ദിവസത്തെ തുകയായ 39,000-ൽ നിന്നും 5 ദിവസത്തെ തുകയായ 34,009 കുറച്ചാൽ മതി. അപ്പം ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നോക്കാം നമുക്ക് എത്ര കിട്ടുന്നതെന്ന്. 39,000 കുറയ്ക്കണം 34,009. 0-ൽ നിന്ന് 9 ഭാഗത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് കടമെടുക്കണം. ഇത് 9 എന്നുള്ളത് 8 മാറും. 0-ൽ നിന്ന് 1 കൊടുത്താൽ 10 മാറും. ഈ 10-ൽ നിന്ന് ഇങ്ങോട്ട് കടമെടുക്കും അല്ലേ? 10 എന്തായി മാറും? 9 മാറും. ഈ 0 10 മാറും. ഈ 10-ൽ നിന്ന് 1 ഇങ്ങോട്ട് കടമെടുക്കും. അപ്പോൾ 10 എന്തായി മാറും? 9 മാറും. ഈ 0 10 മാറും. അപ്പോൾ 10-ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 1. 9-ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ 9. 9-ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ 9. 8-ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 4. 3-ൽ നിന്ന് 3 കുറച്ചാൽ 0. എന്നുവെച്ചാൽ 4,991 രൂപ. 4,991 രൂപയാണ് 6-ാമത്തെ ദിവസത്തെ വരുമാനം. അപ്പം നമുക്കിവിടെ ഒരിക്കൽ കൂടി നോക്കാം. ഇവിടെ 5 ദിവസത്തെ വരുമാനമാണ്. ഓരോ ദിവസത്തെ വരുമാനം തന്നിട്ടുണ്ട്. അപ്പം 5 ദിവസത്തെ വരുമാനം കണ്ടുപിടിക്കാൻ ഓരോ ദിവസത്തെ വരുമാനങ്ങളും നമ്മൾ കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി 34,009 രൂപ എന്ന് കിട്ടി. അപ്പം 5 ദിവസത്തെ ആകെ തുക 34,009 രൂപ. ഇനി 6 ദിവസത്തെ ശരാശരിയാണ് തന്നിരിക്കുന്നത്. 6 ദിവസത്തെ ശരാശരി 6,500 രൂപയാണ്. അതായത് 6 ദിവസങ്ങളിൽ ഓരോ ദിവസം 6,500 രൂപ വെച്ചാണ് ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ശരാശരിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 6,500 രൂപ വെച്ചാണ്. അപ്പോൾ 6 ദിവസത്തെയും ആകെ തുക എത്രയായിരിക്കും? 6,500. ഒരു ദിവസം 6,500 ഉണ്ടെങ്കിൽ 6 ദിവസം എത്ര കിട്ടും? 6,500 × 6. അതിനെ ഗുണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നു 39,000 രൂപയാണ് 6 ദിവസത്തെ ആകെ വരുമാനം. അപ്പോൾ 5 ദിവസത്തെ വരുമാനം 34, 6 ദിവസത്തെ വരുമാനം 39,000. അപ്പോൾ നമുക്ക് 6-ാമത്തെ ദിവസത്തെ മാത്രം വരുമാനം കണ്ടുപിടിക്കാം. ഏത്? 39,000-ൽ നിന്നും 5 ദിവസത്തെ ആകെ വരുമാനം അങ്ങ് കുറയ്ക്കാം അല്ലേ? 39,000-ൽ നിന്നും 5 ദിവസത്തെ മൊത്തം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തെയാണ് ബാക്കി വരിക. അത് 6-ാമത്തെ ദിവസത്തെയാണ്. അപ്പോൾ 6-ാമത്തെ ദിവസത്തെ വരുമാനം നമ്മളിവിടെ കുറച്ചു. 39,000-ൽ നിന്നും 34,009 കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 4,991 രൂപ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം.